പാതിവില തട്ടിപ്പിൽ മൂവാറ്റുപുഴ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ അനന്തു കൃഷ്ണനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. ശ്യാംകുമാർ വിശദാംശങ്ങളുമായി ചെയ്യുന്നു. ശ്യാമ, പോലീസ് കസ്റ്റഡി ഇന്നത്തെയോട് പൂർത്തിയാകുന്നു. ഇപ്പോൾ റിമാൻഡ് ചെയ്യുന്നു. എന്തൊക്കെ കാര്യങ്ങൾ ഇനി തുടർന്നുണ്ടാവുക? ജാമ്യാപേക്ഷ നാളെ നൽകുമെന്ന് മനസ്സിലാക്കുന്നു. റിമാൻഡ് റിപ്പോർട്ടിൽ എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ ഇപ്പോൾ അനന്തു കൃഷ്ണൻ റിമാൻഡിലായെന്ന വാർത്ത വരുന്നു. ഈ പോലീസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ എന്തെങ്കിലും വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? അല്പസമയം മുമ്പാണ് അനന്തകൃഷ്ണനെ കസ്റ്റഡി കാലാവധി അവസാനിച്ച ശേഷം പോലീസ് മൂവാറ്റുപുഴ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. അവിടെ എന്തെങ്കിലും പറയാനുണ്ടോ? പോലീസ് ഉപദ്രവിച്ചു എന്ന കോടതിയുടെ ചോദ്യത്തിന് പോലീസ് മറിച്ച് കോടതിയോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതി തനിക്ക് രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട കേസാണ്, അതുകൊണ്ട് തൻ്റെ ജീവന് ഭീഷണിയുണ്ട്, സുരക്ഷ ഉറപ്പാക്കണമെന്ന് കോടതിയോട് അഭ്യർത്ഥിച്ചത്. കോടതി സുരക്ഷ ഉറപ്പാക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. ഇതേ സമയം തന്നെ അനന്തകൃഷ്ണൻ്റെ ജാമ്യാപേക്ഷ അഭിഭാഷകൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഈ അപേക്ഷ നാളെ കോടതി പരിഗണിക്കും. മൂവാറ്റുപുഴ കോടതിയിലേക്ക് പ്രതിയെ റിമാൻഡ് ചെയ്തതായും കോടതി അറിയിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ നേരത്തെ മുതൽ പറയുന്നുണ്ട് അനന്തകൃഷ്ണൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പിൻ്റെ പണം കൈപ്പറ്റിയത് രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ആയിരുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ കാര്യം പ്രതി കോടതിയിൽ തുറന്നു സമ്മതിച്ചിരിക്കുകയാണ്. നിരവധി രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട കേസായതിനാൽ തൻ്റെ ജീവന് പോലും ഭീഷണിയുണ്ട് എന്നുള്ളതാണ് പ്രതി കോടതിയെ അറിയിച്ചിരിക്കുന്നത്. സുരക്ഷ പ്രതി ആവശ്യപ്പെട്ടിരിക്കുന്നതും ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. ആരൊക്കെയാണ് പ്രതിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിരിക്കുന്നത് എന്നുള്ളത് ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്കും ഇതുവരെ പേരുകൾ പറയാൻ പ്രതി തയ്യാറായില്ല. അപ്പോഴും പ്രതി കോടതിയിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജീവന് ഭീഷണിയുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതായാലും കോടതി അത് പരിഗണിച്ചിരിക്കുന്നു. അനന്തകൃഷ്ണന് സുരക്ഷ നൽകാൻ കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നു. പ്രതിയുടെ ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് എന്തൊക്കെ വാദമുഖങ്ങളാകും പ്രതിഭാഗം ഉന്നയിക്കുക, പ്രോസിക്യൂഷൻ ആ വാദത്തെ എതിർത്തുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പറയുക എന്നുള്ളത് നാളെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതായാലും ഇപ്പോൾ പ്രതിയെ മൂവാറ്റുപുഴ ജയിലിലേക്ക് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നു. ശരി, ശ്യാംകുമാറാണ് വാർത്തയുടെ വിശദാംശം നൽകിയത്. തട്ടിപ്പിൽ രാഷ്ട്രീയ പ്രമുഖരുമുണ്ടെന്ന നിരവധി വാർത്തകൾ വരുന്ന മുറയ്ക്ക് തന്നെയാണ് ഇപ്പോൾ അനന്തു കൃഷ്ണൻ തനിക്ക് സുരക്ഷ കൂടി വേണമെന്ന് കോടതിയിൽ ഓർമ്മിപ്പിക്കുന്നത്, കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അനന്തു കൃഷ്ണൻ എന്തായാലും ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. നാളെ അനന്തു കൃഷ്ണൻ നൽകിയ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും. ശ്യാംകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ